കാണാതായ വളർത്തുമൃഗത്തെ തിരികെ ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് മൂത്തകുന്നം സ്വദേശിനി. 2 ദിവസം മുൻപാണ് സതീധർമ്മന്റെ അരുമമൃഗമായ പശുവിനെ കാണാതായത്. മോഷണമാണെന്ന സംശയത്തിൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും പശുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 2 ദിവസത്തെ സർക്കീറ്റിനു ശേഷം പശു തിരികെ ഉടമസ്ഥരിലേക്ക് തന്നെ എത്തി. ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കൻ പറവൂരിലെ മൂത്തകുന്നത്താണ്. നമ്മുടെ ഒപ്പം ഉള്ളത് സതിച്ചേച്ചിയാണ്. സതിച്ചേച്ചിയുടെ പശു തിങ്കളാഴ്ച വൈകിട്ടോടെ കെട്ടിയിരുന്ന പറമ്പിൽ നിന്നും കാണാതായി. തുടർന്ന് വടക്കേക്കര സ്റ്റേഷനിൽ സതിച്ചേച്ചി എത്തി പരാതി നൽകി. പിന്നീട് ബുധനാഴ്ച ഈ പരാതി കൊടുത്തതിന് ശേഷം ഈ ഒരു പശു തിരികെ എത്തി. കൗതുകം ഉണർത്തുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തിങ്കളാഴ്ച വെള്ളം കൊടുത്തുകൊണ്ട് പോയതല്ലേ, പിന്നെ ചൊവ്വാഴ്ച കാലത്ത് വരുന്ന വെള്ളം കൊടുക്കുള്ളൂ. വൈകുന്നേരമൊക്കെ കൊടുത്തുകൊണ്ട് പോയി തിങ്കളാഴ്ച. അപ്പൊ കാലത്ത് വെള്ളം കൊടുക്കാൻ വന്നപ്പോ അവിടെ പശുവില്ല. മൂത്തകുന്നം സ്വദേശിനി സതീധർമ്മന്റെ പശുവിനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കാണാതായത്. 2 മാസം മുമ്പാണ് ഞങ്ങൾ ഈ പശുക്കിടാവിനെ അമ്മ വാങ്ങിയത്. അത് അമ്മക്കൊരു സമയം പോക്കിനും പൈസയുടെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ടാണ് അമ്മ പശുവിനെ വാങ്ങിയത്. വടക്കേക്കര സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സംശയം തോന്നിയവരെ ചോദ്യം ചെയ്തെങ്കിലും ഫലം കണ്ടില്ല. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ പോലീസ് തിരച്ചിൽ നടത്തുന്ന വേളയിലാണ് പശുവിനെ കണ്ടുകിട്ടുന്നത്. കെട്ടിയിട്ട സ്ഥലത്ത് അഴിഞ്ഞ നിലയിലായിരുന്നു പശു. പരാതി കൊടുത്ത ആള് ബ്രോക്കറാണ് പരാതി കൊടുത്തത്. അയാൾ പറഞ്ഞു വിട്ട ആളോട് സംശയം പറഞ്ഞത്. പക്ഷെ അയാള് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. അപ്പൊ അവര് കണ്ടിട്ടില്ല, അവർക്ക് അറിയില്ല എന്നൊക്കെയാണ് അവര് സംസാരിച്ചത്. അപ്പോഴാണ് ഇന്ന് രാവിലെ അമ്മ വിളിച്ചു പറയണത്. പോലീസ് സ്റ്റേഷനിൽ വന്ന ശേഷമാണ് അമ്മ വിളിച്ചു പറഞ്ഞത് പശു വന്നിട്ടുണ്ട്, പശുവിനെ കിട്ടി എന്നുള്ള വിവരം കിട്ടിയത്. പശു അഴിഞ്ഞ നിലയിലാണ്, കെട്ടിയ സ്ഥലത്ത് തന്നെയാണ് പശു വന്ന് നിന്നത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.